സുഹൃത്തുക്കൾ, നമ്മുടെ മാധ്യമങ്ങളിൽ രാജ്യത്ത് ഒരു വലിയ പ്രക്ഷോഭം ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. കാർഷിക മേഖലയിലെ ഇന്നത്തെ വലിയ തോതിലുള്ള കേന്ദ്ര കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ട് രാജ്യം നാളിതുവരെ കാണാത്ത പ്രക്ഷോഭ സമരമാണ് വന്നിരിക്കുന്നത്. കൃഷിക്കാരൻ്റെ നിഷേധാർത്ഥ്യമാണ് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രതിഷേധധ്വനിയായി ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനത്തെ ലക്ഷ്യമാക്കി കടന്നു വന്നിരിക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ഈ 3 പതിറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് നാട്ടിൻപുറത്തെ കർഷകനാണ്. ആദ്യത്തെ 1/4 നൂറ്റാണ്ടിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആത്മഹത്യ ചെയ്യുന്ന കൃഷിക്കാരുടെ എണ്ണം പുറത്തേക്ക് വിടുന്നില്ല. കർഷകനായി ജീവിക്കാനാവില്ല എന്നൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. കൃഷിക്കാരൻ്റെ മിച്ച ഉൽപാദനം കമ്പോളത്തിലെത്തി ന്യായമായ ലാഭം കൃഷിക്കാർക്ക് ലഭിക്കുക, സാധാരണ ജനങ്ങൾക്ക് അത് പ്രാപ്തമായ അളവിൽ ലഭ്യമാവുക, ഭരണ സംവിധാനത്തിൻ്റെ മികവ് എന്നത് നമ്മുടെ സമൂഹത്തിൽ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടുന്നതും ഉപഭോക്താവിന് എല്ലായ്പ്പോഴും അത് ലഭ്യമാകുന്നതുമായ തരത്തിൽ കാർഷിക സമ്പദ്ഘടനയെ കൈകാര്യം ചെയ്യുന്നതിലാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ 2 ദശാബ്ദം കൊണ്ട് തന്നെ നമുക്ക് കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാനായി എന്നതാണ്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉൾപ്പെടെ നമ്മൾ കാർഷിക മേഖലയിലെ വളർച്ചയുടെ ലോക മാതൃകകളിലൊന്നിനെ സൃഷ്ടിച്ചു. യുദ്ധാനന്തര ലോകത്തെ സ്വാതന്ത്ര്യം കിട്ടിയ പിന്നോക്ക രാജ്യങ്ങൾക്കാകെ ആത്മവിശ്വാസം നൽകിയതാണ് ഇന്ത്യയിലെ കാർഷിക മുന്നേറ്റം. കാർഷിക ഗവേഷണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായി. പിന്നീട് നമ്മൾ ഈ അധിക കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, അതിൻ്റെ റെഫ്രിജറേഷൻ, സാധാരണഗതിയിൽ സംഭരിക്കാനും സൂക്ഷിക്കാനും അത് ഭക്ഷ്യ കമ്മി ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഉപഭോക്താക്കൾക്ക് നൽകാനും അതിന് സഹായകരമായ രൂപത്തിൽ FCI പോലെയുള്ള ദേശസാൽകൃത സംവിധാനങ്ങൾ നമ്മുടെ വെയർഹൗസിംഗ് മേഖലയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പം ഇതെല്ലാം സ്വകാര്യവൽക്കരിച്ചു. കൃഷിയുടെ സ്വകാര്യവൽക്കരണം സൃഷ്ടിക്കാൻ പോകുന്ന ഭീഷണിയെ സംബന്ധിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ്. താങ്ങുവില നഷ്ടപ്പെടാൻ പോകുന്നു, സംഭരണ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ പോകുന്നു, സംവിധാനങ്ങൾ ഇല്ലാതാവുന്നു.
വിദേശ കുത്തകകൾക്ക് ഇന്ത്യൻ കാർഷിക മേഖല പൂർണ്ണമായി നിയന്ത്രിക്കാനാവുന്നു. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ഇന്ത്യൻ കർഷകൻ്റെ ജീവിതം അപകടകരമായ തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഈ കോവിഡിൻ്റെ മറവിൽ പാസാക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ജനരോഷം വന്നിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ തരത്തിലാണ് ഈ സമരങ്ങളെ BJP ഗവൺമെൻറ് ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ 100ന പരിപാടി അതൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും. കൃഷിക്കാർക്ക് മുന്തിയ പരിഗണന നൽകുകയാണ്. ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ പച്ചക്കറിക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു. ഭക്ഷ്യധാന്യ വിതരണം എന്നത് ഓരോ കുടുംബത്തിനും ഉറപ്പാക്കി. അധിക ഉൽപാദനം നടത്തിയാൽ ആ ഉൽപ്പന്നങ്ങൾ താങ്ങുവിലയ്ക്ക് മുകളിൽ 30% വില നൽകിയാണ് നമ്മൾ ഇവിടെ കേരളത്തിൽ സംഭരിക്കുന്നത്. രണ്ട് നയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ സ്വീകാര്യത അഖിലേന്ത്യാ തരത്തിൽ ചർച്ച ചെയ്യാൻ ഈ കാർഷിക സമരത്തിൻ്റെ സന്ദർഭം വളരെയേറെ ഉപയോഗപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ ബദലുകളെക്കുറിച്ചുള്ള ജനങ്ങളുടെ അന്വേഷണത്തിൻ്റെ ശരി ഉത്തരങ്ങൾ ഇടതുപക്ഷ നിലപാടുകളാണ് എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധ രൂപത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തുന്ന, കൃഷിക്കാർക്ക് നേരെ കടന്നാക്രമിക്കുന്ന തരത്തിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിക്കുന്ന ഡൽഹി എത്രയോ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഡൽഹി. സമരം ചെയ്യാൻ അനുവദിക്കില്ല എന്ന ജനാധിപത്യ വിരുദ്ധ നിലപാട് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുകയാണ്. അമിതാധികാരത്തിലേക്കുള്ള വേഗതയേറിയ ഒരു സഞ്ചാരമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. തലസ്ഥാന നഗരിയിൽ സമരം ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. തീർച്ചയായും കർഷകൻ്റെ നിഷേധാർഹ്യമാണ് ആത്യന്തികമായി ഈ സമരമുഖത്ത് വിജയിക്കാൻ പോകുന്നത്. ആ കൃഷിക്കാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാതെ നമുക്കാർക്കും ഇന്നത്തെ ശരിയായ സാമൂഹ്യ ചുമതല നിർവഹിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിലെ വലിയ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു. ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കൃഷിക്കാരുടെയും കർഷക തൊഴിലാളികളുടെയും സംഘടനകൾ ഇന്ന് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തദ്ദേശ സ്ഥാപന പ്രദേശത്തും ഈ കർഷക സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങൾ ഇന്ന് വൈകുന്നേരം കേരളത്തിലാകെ നടത്തുന്നുണ്ട്. നല്ല പങ്കാളിത്തം അതിനുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന്, കേരളത്തിലെ UDF, വിശേഷിച്ച് കോൺഗ്രസ് പാർട്ടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിരിക്കുന്ന അവസരവാദ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെടുത്തിയത് നിരവധി പഞ്ചായത്തുകളിൽ UDF BJPയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരുമിച്ചൊരു മുന്നണിയിൽ BJPയും UDFും മത്സരിക്കുകയാണ്. അതുപോലെ തന്നെയാണ്
ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസും യു ഡി എഫും ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണി അപകടകരമായ ഒരു രാഷ്ട്രീയം നമുക്കതിൽ കാണാൻ കഴിയും. ഈ നിലപാടിൻ്റെ ഗുണഭോക്താവ് ആരായിരിക്കും? തീർച്ചയായും വർഗീയ ശക്തികളായിരിക്കും. പല തട്ടിലാണ് ഇതിനോടുള്ള യു ഡി എഫിൻ്റെ സമീപനം. തെക്കോട്ട് ചെല്ലുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ബന്ധത്തെ മറച്ചുവെക്കാനാവുമെന്ന് നോക്കുകയാണ്. വടക്കൻ ജില്ലകളിലെല്ലാം അവരുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. വിചിത്രമായി നിലപാട് ദേശീയ തലത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചിന്തിക്കുന്നതേയില്ല. ദേശവ്യാപകമായി കേന്ദ്ര BJP നയത്തിനെതിരായി അവർ ഇന്ത്യയിലെ സമൂഹങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരായി ന്യൂനപക്ഷത്തെ ശത്രുതാപരമായി കണ്ട് ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾ, നിയമങ്ങൾ, മറ്റ് കർക്കശമായ നടപടികൾ ഓരോ ദിവസവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ജമ്മു കശ്മീരിനെ ഒരു തുറന്ന ജയിലാക്കി മാറ്റി. മുൻഗണനകളിൽ തീവ്ര ഹിന്ദുത്വ അജണ്ടയ്ക്കനുസൃതമായ നിയമനിർമ്മാണങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകി. സാമ്പത്തിക നയങ്ങളിൽ പൂർണ്ണമായി കോർപ്പറേറ്റുകൾക്ക് രാജ്യത്തെ കൊള്ളയടിച്ച് വലിയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അതിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കർഷക സമരം വന്നു. സ്വകാര്യവൽക്കരണത്തിനെതിരായിട്ട് തൊഴിലാളികളുടെ പണിമുടക്ക് വന്നു. രാജ്യത്താകെ മതനിരപേക്ഷവാദികൾ ഒരുമിച്ച് ഇതിനെതിരായി നീങ്ങുന്ന സന്ദർഭമാണ്. അത്തരമൊരു സന്ദർഭത്തിലാണ് കേരളത്തിലെ UDFും കേരളത്തിലെ കോൺഗ്രസും BJPയുമായും ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കുന്നത്. ചാഞ്ചാട്ടപരമായ രാഷ്ട്രീയ നിലപാടുകളാണ് എല്ലാ കാലത്തും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയത്. അയോധ്യ സംഭവങ്ങൾ, അയോധ്യയിലെ ശിലാന്യാസം, പിന്നീട് പൂജയ്ക്കായി തുറന്നു കൊടുത്തത്, അവിടെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം, ഏറ്റവും ഒടുവിൽ പുതിയ രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത്, ഈ വിഷയങ്ങളെല്ലാം കോൺഗ്രസ് സ്വീകരിച്ച ചാഞ്ചാട്ടപരമായ നിലപാടുകൾ രാഷ്ട്രീയമായി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത്. അതുപോലെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. കോൺഗ്രസിൻ്റെ ചാഞ്ചാട്ടപരമായ രാഷ്ട്രീയ നിലപാടുകൾ ആ പാർട്ടിക്കുണ്ടാക്കിയ കളങ്കമുണ്ട്. അവരുടെ വിശ്വാസ്യതയാണ് അതുവഴി തകർക്കപ്പെട്ടത്. ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത കൂടുതൽ തകർക്കുന്ന അവസരവാദ നിലപാടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സ്വീകരിച്ചിരിക്കുന്നത്. കേരളത്തിലെ മതനിരപേക്ഷവാദികളായ BJPയുടെ നിലപാടുകൾക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകളും ഇപ്പോൾ കേരളത്തിലെ
UDF, കോൺഗ്രസ് ഇവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾക്കെതിരായി ചിന്തിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നത് നിസ്തർക്കമായ കാര്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു എന്നത് അവിശ്വസനീയം എന്നാണ് മുഖ്യമന്ത്രിയോട് വിരോധം പുലർത്തുന്നവർ പോലും പറയുന്നു, ഇടതുപക്ഷ വിരുദ്ധർ പോലും പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ചെറിയൊരു സമയപരിധി വെച്ച് പലതരത്തിൽ തെറ്റായി പ്രചരണം നടത്തി സാധാരണക്കാരെ ഇളക്കിവിടാൻ ശ്രമിച്ചെങ്കിലും ഗവൺമെൻറ് എടുത്ത മുൻകൈ ഈ പദ്ധതി പൂർണ്ണമാക്കാൻ നമ്മളെ സഹായിച്ചു. വികസന കുതിച്ചുചാട്ടമുണ്ടാക്കിയ എല്ലാ കേരളീയനും സാമ്പത്തികമായി കൂടി മെച്ചമുണ്ടാക്കിയിട്ടുള്ള ഒരു വികസന പദ്ധതിയുടെ പൂർത്തീകരണം നടത്താൻ നമുക്കായി. മുഖ്യമന്ത്രി എടുത്ത മുൻകൈ നല്ല സ്വീകാര്യത നേടി. ഇപ്പം അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നു. ഇനി അത് ഒരു ഭാഗം മംഗലാപുരത്തേക്കും മറ്റൊന്ന് വാളയാർ വഴി തമിഴ്നാട്ടിലേക്കും പോവുകയാണ്. നമ്മുടെ ദേശീയപാത നിർമ്മാണം തുടങ്ങി. വടക്കൻ കേരളത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസം വന്നിരിക്കും. കോവിഡ് കാല പരിതസ്ഥിതിയെ കൈകാര്യം ചെയ്ത രീതി നമ്മുടെ മുന്നിലുണ്ട്. ജനങ്ങൾക്ക് സുരക്ഷയും സമാശ്വാസവും നൽകി. പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ട രീതിയും നമുക്കറിയാം. അവിടെയും മുന്തിയ പരിഗണന സാധാരണക്കാരുടെ താല്പര്യത്തിനായിരുന്നു. വളരെ വേഗം ആ ദുരിതകാലത്തെ അതിജീവിക്കാൻ പര്യാപ്തമായ സമീപനം സ്വീകരിക്കാനായി. 4 മിഷനുകളാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായി മാറിയത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖല, പൊതുവിതരണം, ഇവയെല്ലാം മെച്ചപ്പെട്ടു. ഇപ്പം UDF പറയുന്നത് എന്താ? ഞങ്ങൾക്ക് മുൻകൈ കിട്ടിയാൽ ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കുന്ന അത്ഭുതകരമായൊരു കാര്യമാണിത്. സാധാരണക്കാർക്ക് വീട് കിട്ടുന്ന പദ്ധതി, ലൈഫ് പോലെയുള്ള മികവാർന്ന പദ്ധതികൾ നിരാകരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ മേൽക്കൈ, മികവ്, വിശ്വത്തരമായ സൗകര്യങ്ങളിലേക്കും ഗുണപരമായ മുന്നേറ്റത്തിലേക്കും കേരളീയ വിദ്യാഭ്യാസ മേഖലയെ നയിച്ചതാണ്. അത് വേണ്ടെന്ന് വെക്കുമെന്നാണ്. ആരോഗ്യ മേഖലയുടെ മികവിൻ്റെ ഗുണം കേരളം കണ്ടു. ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ്. ലോകം പകച്ചു നിന്നതാണ് മഹാമാരിയുടെ മുന്നിൽ. അഭിമാനം കേരളത്തിനുണ്ടാക്കിയ മികവാർന്ന അടിത്തറയാണ് നമ്മൾ ആരോഗ്യരംഗത്ത് രൂപപ്പെടുത്തിയത്. ഇതൊക്കെ കേരളത്തിനുണ്ടാക്കിയ നേട്ടത്തെ ലോകം തന്നെ നല്ല നിലയിൽ കണ്ട കാര്യങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കും എന്ന് UDF പറയുകയാണ്.
മലയാളികൾ ഇതെല്ലാം കാണുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇവരുടെ ഈ നിഷേധാത്മക രാഷ്ട്രീയത്തിന് നേരെ, UDFന്റെ ഈ നിഷേധാത്മക രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണ്. രാഷ്ട്രീയമായും സാമ്പത്തിക നിലപാടുകളിലെ നയപരമായും ഗവൺമെന്റിന്റെ കർമ്മപരിപാടികളുടെ കാര്യത്തിലും BJP കേന്ദ്ര നിലപാടിനോട് താദാത്മ്യം പ്രാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ UDFന്റേതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിലെ ജനങ്ങൾ അത് നിരാകരിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിന് നല്ല മുന്നേറ്റം ഉണ്ടാവുന്ന തരത്തിൽ ജനപിന്തുണ തെരഞ്ഞെടുപ്പിൽ ലഭ്യമാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നേരെ എതിർഭാഗത്ത് ഇപ്പോൾ രൂപപ്പെടുത്തിയ തങ്ങളുടെ വർഗീയ കൂട്ടായ്മയുടെ പ്രത്യയശാസ്ത്ര പരിസരത്ത് നിന്നുകൊണ്ട് വികലമായ രാഷ്ട്രീയ നിലപാടുകൾ UDF ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാഷ്ട്രീയ കൂട്ടായ്മയുടെ നയപ്രഖ്യാപനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച ഇടതുപക്ഷ വിജയം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരു ഇടതുപക്ഷ തുടർഭരണത്തിൻ്റെ സാധ്യതകൾ വിപുലപ്പെടുത്തും. ആ നിലയിൽ ഇടതുപക്ഷത്തിന് കുറെ കൂടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും അധികാര വികേന്ദ്രീകരണവും പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെയും സ്ത്രീകളുടേത് വിശേഷിച്ചും മികച്ച ശാക്തീകരണം എന്നുള്ള നിലയിൽ തദ്ദേശ സ്ഥാപനങ്ങളെ കൈകാര്യം ചെയ്ത രീതികളും തുടർന്ന് കൊണ്ടുപോകാൻ ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ വിജയം അനിവാര്യവുമാണ്. അപ്പോൾ ജനങ്ങൾ ആ നിലയിൽ ഇടതുപക്ഷാനുകൂലമായി കേരളത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും സഹായകരമായ തരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വേഗതയും വ്യാപ്തിയും വിപുലീകരണവും ഉറപ്പാക്കുന്ന തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, KSFE കേരളത്തിലെ ഏറ്റവും നല്ല നിലയിൽ നടക്കുന്ന ഒരു ധനസ്ഥാപനമാണ്. $14,000 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. 1.25 കോടിയിലേറെ രൂപയുടെ ലാഭം, 1.25 കോടിയല്ല, 128 കോടിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ 128 കോടി അതിൻ്റെ മേലേക്കാണ് ലാഭം. അപ്പോൾ കേരളത്തിൻ്റെ നല്ല നിലയിൽ നടക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ KSFE. KSFEയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പരിശോധനകളും നിയന്ത്രണങ്ങളുമൊക്കെ നിലവിലുള്ളതാണ്. ഇപ്പോൾ അവിടെ നടന്ന വിജിലൻസ് പരിശോധനയെ സംബന്ധിച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ധനമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു, മറ്റു ചില അഭിപ്രായങ്ങളും വരികയുണ്ടായി. ഈ വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടില്ല. ഞാനിപ്പോൾ ഇന്നലെ ഇന്നും തിരുവനന്തപുരത്തില്ല.
ഒരുമിച്ചിരുന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത്? ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ഞങ്ങൾ പറയും. ചർച്ചയ്ക്ക് ശേഷം അത് നിങ്ങളെ അറിയിക്കും. അല്ല, ഞാനൊരു കാര്യം വ്യക്തമാക്കി. ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്ത പ്രതികരണങ്ങളാണ്. ആ പ്രതികരണങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് നടന്നിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഞങ്ങളത് പരിശോധിച്ചാൽ ഞങ്ങൾക്ക് കൂട്ടായ പരിശോധനയ്ക്ക് ശേഷം അത് സംബന്ധിച്ചൊരു അഭിപ്രായം രൂപപ്പെടുത്താൻ കഴിയും. അപ്പോൾ അഭിപ്രായം പറയുകയും ചെയ്യും. അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനമാണ്. പ്രതിപക്ഷ നേതാവ് പലതും പറയും. പ്രതിപക്ഷ നേതാവ് എങ്ങനെയാ? പ്രതിപക്ഷ നേതാവ് ഇവിടെ വിജിലൻസ് നല്ലതെന്ന് പറയും. പ്രതിപക്ഷ നേതാവിന് നേരെയാണ് ഒരു അന്വേഷണം, അപ്പോൾ വിജിലൻസ് മോശമെന്ന് പറയും. ഇരട്ടത്താപ്പ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സഹജ സ്വഭാവമാണ്. അത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം കിട്ടുമോ നോക്കിയിട്ടാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്, എല്ലാ വസ്തുതകളുടെ പിൻബലത്തോടു കൂടിയല്ല. അതുകൊണ്ട് ആ അഭിപ്രായത്തെ അങ്ങനെ കണ്ടാൽ മതി. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി ഇത് സംബന്ധിച്ച് ഞങ്ങളെല്ലാം ഇരുന്ന് കാര്യങ്ങൾ നോക്കി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായം പറയും. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇവരേ ചോദ്യത്തിന് നമ്മൾ അല്ല, ഇപ്പം ഈ മറ്റേ ഫുട്ബോൾ ലീഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിങ്ങുന്ന് തുടങ്ങി നമ്മൾ ലേശം പിന്നെ വ്യത്യസ്ത തരത്തിൽ പന്ത് അടിച്ചു കയറ്റുക, അത് വേണ്ട. നമ്മുടെ നിലപാട് എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, അത് മതി. ഇനിയിപ്പോൾ അതുപോലെ അധികം ചോദ്യം നമ്മൾ ചോദിക്കണ്ട. അല്ല, പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരഭിപ്രായം പറയുകയാണ് ചെയ്യുക. അതാണ് അതിൻ്റെ പാർട്ടി രീതി. ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചർച്ച ചെയ്ത് ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും. അത് പാർട്ടി രീതിയാണ്. അല്ല, പാർട്ടിൻ്റെ അഭിപ്രായം പറഞ്ഞല്ലോ. 118A എന്നുള്ള പോലീസ് ആക്ട് സംബന്ധിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച് നമ്മുടെ വളരെ ബഹുമാന്യരായ പത്രപ്രവർത്തക സുഹൃത്തുക്കൾ നല്ല ഉത്കണ്ഠയോടുകൂടി ചോദിച്ച എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കൃത്യമായി നൽകിയിട്ടുണ്ട്. അല്ല, ഞാൻ അതൊക്കെ നേരത്തെ ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പത്രക്കാരെ നേരത്തെ അറിയിച്ചതാണ്. നിങ്ങൾ ഇന്നലത്തെയോ മിഞ്ഞാനത്തെയോ അതിന് പത്രക്കാർ പത്രം വായിക്കുന്നില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ 2 ദിവസമായിട്ടുള്ള പത്രങ്ങളൊക്കെ ഒന്ന് സൂക്ഷ്മമായിട്ട് വായിച്ചാൽ തന്നെ അത് സംബന്ധിച്ചുള്ള നിലപാടുകൾ വ്യക്തമാണ്. അല്ല, സോളാറിൽ ഇപ്പോൾ പുറത്തു വന്നത് എന്താ? ഒരാൾ രാജിവെച്ച് കോൺഗ്രസ് ചേർന്നു. അദ്ദേഹം പറഞ്ഞതിന് വലിയ പരിഗണനയൊക്കെ കൊടുത്ത് ഉമ്മൻചാണ്ടിയെ പോലുള്ള ആൾക്കാർ അഭിപ്രായം പറഞ്ഞു. അതിൽ ഇരയായ ആളുകളുടെ അഭിപ്രായം വന്നിട്ടുണ്ടല്ലോ, അതല്ലേ പ്രധാനം. ഒരാളിപ്പോൾ കോൺഗ്രസിലേക്ക് കൂറുമാറിയിട്ട് ഉമ്മൻചാണ്ടിയെ സഹായിക്കാൻ നടത്തിയ ഒരു പ്രസ്താവന കൊണ്ട് അതിനെ പിൻപറ്റി വിഷയത്തിൽ നമുക്ക് എല്ലാം അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ? അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നൊരു റിപ്പോർട്ട് ഇവിടെയുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും അത് വരട്ടെ.
എല്ലാം നമുക്ക് സോളാർ സംഭവത്തിലെ അന്വേഷണം ഇപ്പം നടന്നുകൊണ്ട് അന്വേഷണം കഴിഞ്ഞ് തുടർ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ്. ആ തുടർ നടപടികൾ ഓരോന്നോരോന്നായിട്ട് വ്യത്യസ്ത സംഭവങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ആണല്ലോ നടപടികൾ സ്വീകരിക്കുക. ഞാനിപ്പോൾ ഇന്നലെ ഉമ്മൻചാണ്ടി സംസാരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അദ്ദേഹത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ ഗൂഢാലോചന നടത്തുകയാണെന്നാണ്. ബാർക്കോഴ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചാണ്, പിന്നെ അതുപോലെ കേസുകളെ സംബന്ധിച്ചു എന്താണ് LDFന്റെ അല്ല, ഇതിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ആക്ഷേപം മുഖ്യമന്ത്രി പറഞ്ഞതല്ല. ഈ ആക്ഷേപം നേരത്തെ ഉന്നയിച്ച ബിസിനസ്സുകാരനായ വ്യക്തി നേരത്തെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കൃത്യമായി സുതാര്യമായ തരത്തിൽ തെളിവോടുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ആദ്യം ആ കാര്യം വ്യക്തമാക്കുന്ന സന്ദർഭത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആ പങ്ക് കൂടി ഇതാ വ്യക്തമാക്കുന്നു. ഇതിലെവിടെ മുഖ്യമന്ത്രി? ഇതിൽ മുഖ്യമന്ത്രി ഇല്ല. ഇതിൽ രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് പറ്റിയ തകരാറുകളാണുള്ളത്. അപ്പോൾ പുതിയ വിവരങ്ങളാണ് പുറത്തേക്ക് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. അത് സ്വാഭാവിക നീതിയാണ്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ട് അതിലെ അഴിമതി നടന്നിട്ടുണ്ടോ എങ്ങനെയാണ്? പുതിയ ഒരു ജോസ് കെ മാണി ഇപ്പോൾ ഇടതുമുന്നണിക്കൊപ്പമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ടുള്ളതാണെന്ന് പല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിലൊന്നും മാറ്റി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ബാർക്കോഴയെ സംബന്ധിച്ച് വെളിവാക്കപ്പെട്ട വിഷയങ്ങളിൽ വലിയ പിരിവ് നടത്തിയെന്നാണ്. എല്ലാം പണം പിരിച്ച് പോക്കറ്റിലേക്ക് എത്തിക്കാൻ സഹായകരമായ രൂപത്തിൽ രൂപകൽപ്പന ചെയ്യാനുള്ള കോൺഗ്രസ്സുകാരുടെ വൈഭവമാണ് ബാർക്കോഴ കേസിൻ്റെ എല്ലാ നാൾ വഴികളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബാറ് പൂട്ടിക്കാൻ പിരിവ്, ബാറ് തുറക്കാൻ പിരിവ്, പിന്നെ വീണ്ടും പൂട്ടാതിരിക്കാൻ പിരിവ്. ഏതായാലും ഒരു പിരിവുണ്ടായില്ല. കോൺഗ്രസ്സുകാരെല്ലാം കാശുണ്ടാക്കാനുള്ള വഴി എന്നുള്ള നിലയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത്. അതാണ് പ്രശ്നം. അപ്പോൾ ഈ കൊടുത്തതിനേക്കാളേറെ പല സന്ദർഭങ്ങളിലായിട്ട് അവർക്ക് പിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലായിട്ട് ഇവരത് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് മടുത്തപ്പോൾ ഇനിയിപ്പോൾ ഇത് നാട്ടുകാർ അറിയാതിരിക്കാൻ പറ്റില്ല എന്നിടത്തേക്ക് എത്തിക്കുന്ന തരത്തിൽ പിരിവ് മുറുക്കി കാണണം. അപ്പോൾ അവർ തുറന്നു പറഞ്ഞു കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത്. ഇടതുപക്ഷം ഇതിലെവിടെയില്ല. ഞങ്ങളുടെ മുന്നിൽ ഈ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞു. അഴിമതി അനാവരണം ചെയ്യപ്പെടുമ്പോൾ ആ വന്ന കാര്യങ്ങളിൽ നിലപാടെടുക്കുക എന്നത് സ്വാഭാവികം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാണി ഈ വിഷയത്തിൽ വിശുദ്ധനാണ് എന്നാണോ പറയുന്നത്?
ദിവംഗതനായ ഒരാളെക്കുറിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാറുണ്ടോ? ഇല്ല, അത് അപ്രസക്തമാണത്. നമുക്ക് ഇപ്പോൾ ആ ചോദ്യവും അതിന്മേലൊരു ചർച്ചയും വളരെ പ്രസക്തമാണ്. പ്രതിപക്ഷത്തുള്ളവരെ മുഴുവൻ എന്താ സംഭവം ഒന്നുകൂടി പറയും? എന്താണ് വാർത്ത? എങ്ങനെ എങ്ങനെ ശരിയല്ല? അല്ല, ആരോപണം എന്താണ്? ഞാൻ പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല അത്. അതൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ദൈനംദിന ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് രാഷ്ട്രീയ വിഷയമല്ല. അവിടുത്തെ കാര്യങ്ങളിലെല്ലാം ഇതിനൊക്കെ നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നിയമാനുസൃതമായി അവർക്ക് പെരുമാറാൻ പറ്റും. അപ്പം നിയമാനുസൃതമായിട്ടായിരിക്കും പെരുമാറിയതെന്ന് കരുതാം. അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെങ്കിൽ മറ്റൊരു തരത്തിലുണ്ടോ പോവുക. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്, എങ്ങനെയായിരിക്കണം ഇത്തരം നിയമനങ്ങൾ നടത്തുന്നത്. ആ നിയമത്തിനനുസരിച്ച് മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ. അതിൽ വ്യവസ്ഥാപിതമായ നിയമം, സീനിയോറിറ്റി, നമ്മുടെ യോഗ്യത, ഇതൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം കാര്യങ്ങൾ. വോട്ട് ബാങ്കിന് അപ്പുറത്താണത്. കൃഷിക്കാരനൊരു വോട്ട് ബാങ്ക് അല്ല, കൃഷിക്കാരനൊരു ജീവിതമാണ് ഇന്ത്യയിൽ. ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ ജീവനോപാധിയാണ് കൃഷി ഇന്ത്യയിൽ. ലോകത്തിൻ്റെ ആധുനിക കാലത്തിൻ്റെയും ആധുനിക ലോകത്തിൻ്റെയും സവിശേഷതകളിൽ കർഷക ജനസാമാന്യം എന്നത് കോർപ്പറേറ്റ് വൽക്കരിച്ചതാണ്. കൃഷി ഒരു വ്യവസായമാണ് ഇന്നത്തെ ലോകത്ത്. അപ്പോൾ അഗ്രികൾച്ചർ എന്നത് മാറി വിപുലമായ തരത്തിൽ ആഗ്രോ ഇൻഡസ്ട്രിയിലേക്ക് അത് പരിണമിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കോർപ്പറേറ്റ് കൃഷി എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപ്പാദനം നടത്തുന്നു. ആ ഉൽപ്പാദനത്തിൻ്റെ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി ആ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ടാണ് അത് പുറത്തേക്ക് വരിക. അതാണ് കോർപ്പറേറ്റ് വൽക്കരണം കൃഷിയുടെ. അവിടെ കൃഷിക്കാരനില്ല, കോർപ്പറേറ്റ് മുതലാളിയുള്ളൂ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാർഷിക മേഖലക്കുള്ള നീക്കിയിരുപ്പുകളും ആനുകൂല്യങ്ങളും അത്തരമൊരു സന്ദർഭത്തിൽ കോർപ്പറേറ്റുകൾക്കാണ് കിട്ടുക, കൃഷിക്കാർക്ക് കിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഇൻപുട്സ്, അഗ്രികൾച്ചർ, കാർഷിക നിക്ഷേപങ്ങൾ, ആധുനിക കൃഷി സമ്പ്രദായം വിന്യസിക്കാൻ ആവശ്യമായ യന്ത്ര സാമഗ്രികൾക്ക് വേണ്ടിയുള്ള സഹായം, ജലസേചന പദ്ധതികളിലൂടെ ലഭ്യമാകുന്ന ആനുകൂല്യം, ഇലക്ട്രിസിറ്റി പോലെയുള്ള മേഖലയിലെ സബ്സിഡികൾ, ആധുനിക വിത്ത്, വളം ഇവ ഉപയോഗിക്കാനുള്ള സബ്സിഡികൾ, ആ നിലയിൽ കാർഷിക മേഖലക്കുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് നീക്കിയിരിപ്പുകളുടെ മുഖ്യ ഗുണഭോക്താവായി കോർപ്പറേറ്റുകൾ മാറും. അതാണ് ഈ നയം മാറ്റുമ്പോൾ ഉണ്ടാവുന്നത്. കൃഷിക്കാരന് ഇൻസ്റ്റിറ്റ്യൂഷണലായ കടങ്ങളുടെ പുറത്തേക്ക് പോകും. വ്യവസ്ഥാപിതമായി ലഭ്യമാകുന്ന കാർഷിക ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെ പുറത്തേക്ക് ചെറുകിട കൃഷിക്കാരനങ്ങ് പോകും. അതവരെ ഭൂമിയിൽ നിന്നില്ലാതാക്കും, ജീവിതത്തെ തകർക്കും.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പം തന്നെ ഇടത്തരം കൃഷിക്കാരന് നിൽക്കാൻ കഴിയില്ല എന്നാണല്ലോ ഇത് കാര്യങ്ങൾ തെളിയിച്ചത്. കാരണം അവർക്കാണ് മിച്ച ഭക്ഷ്യധാന്യം ഉണ്ടാവുക, അതിൻ്റെ സംഭരണം വേണ്ടെന്ന് നോക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താങ്ങുവില. വളരെ കൃത്യമായൊരു നിഗമനത്തിൽ നമ്മളെല്ലാം ചെന്നെത്തിയിട്ടുണ്ട്. പൊതുവേ എല്ലാവരും ഒത്തുചേർന്ന്, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും പാർലമെൻറ്റും ഒക്കെ ഒത്തുചേർന്നിട്ട് ഉണ്ടാക്കിയൊരു കോൺസെൻസസ് ഉണ്ട്. ആ സമവായം പറയുന്നത് എന്താ? അവരുടെ എങ്കിലേ പിടിച്ചു നിൽക്കാൻ കഴിയും. അപ്പോൾ ഇന്ത്യയിലെ 60% ജനങ്ങളുടെ ഉപജീവനത്തെയാണ് ഇത് തകർക്കുന്നത്. ഇതെവിടേക്ക് എത്തിക്കുക? ആത്മഹത്യക്ക് അപ്പുറത്തുള്ള ക്ഷാമകാലത്തിലേക്ക് അത് എത്തിക്കും. ഇന്ത്യയുടെ ഗ്രാമീണ ജീവിതം എന്നത് തകർക്കപ്പെടും, അചിന്തനീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കഴിഞ്ഞ കാൽനൂറ്റാണ്ടിൽ അതിനെതിരായുള്ള ഒറ്റപ്പെട്ട ശക്തമായ പ്രതിഷേധങ്ങൾ വന്നു. ആ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ കൂടുതൽ സംഘടിതമായ രൂപത്തിൽ നീങ്ങുന്നു എന്നത് നമ്മുടെ നയമാറ്റത്തിന് BJP പോലെയുള്ള പാർട്ടികളെ നിർബന്ധിപ്പിക്കും. അതാണ് എൻ്റെ ഈ സമരം. ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. നിശ്ചയദാർഢ്യമാണ് കൃഷിക്കാരൻ്റെ. ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്തിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പോലീസ് സന്നാഹങ്ങൾ, മറ്റിതര മർദ്ദക സംവിധാനങ്ങൾക്ക് മാത്രം അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഗവൺമെൻറ് കൃഷിക്കാരൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാണ് പ്രാധാന്യം. ജീവിതമാണ് പ്രധാനം, ജീവിക്കാനുള്ള അവകാശമാണ് പ്രധാനം. അതിൻ്റെ അപ്പുറത്താണ് വോട്ടും സീറ്റും മന്ത്രിസ്ഥാനങ്ങളും ഒക്കെ തന്നെ. ആ മേഖലയിൽ അതിസമ്പന്നന്മാർ ആധിപത്യം പുലർത്തിയിരിക്കുന്നു ഇപ്പോൾ. അതുകൊണ്ടാണ് കൃഷിക്കാരൻ്റെ ഹൃദയസ്പന്ദനം തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്നത്. അതിനെ ചെറുത്തു തോൽപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സമരങ്ങളാണ് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ഊർജ്ജസ്വലമായ കരുത്ത്. ആ സമരങ്ങൾ ഉയർന്നു വരുന്നു എന്നത് അതിപ്രധാനമാണ്. ഇന്ത്യയിലെ കൃഷിക്കാർ ഇന്നത്തെ ആഗോളവൽക്കരണ നയങ്ങൾ ഏറ്റവും കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്ന കേന്ദ്ര BJP ഗവൺമെൻറ്റിനെതിരായി സംഘടിതരായി സമരരംഗത്തേക്ക് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വോട്ട് ബാങ്കിനപ്പുറത്തുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിനുണ്ട്. ഈ പോലീസിനെതിരെ നെയ്യാറിൽ കുറച്ച് വിഷയങ്ങളുണ്ടായി. ഇവിടെ കഴിഞ്ഞ ദിവസം ചേർപ്പിൽ ഒരു ഇടത് പ്രവർത്തകനെ റോഡിൽ പാർട്ടി ചിഹ്നം വരയ്ക്കായിരുന്ന ഇടത് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തു എന്നൊരു ആക്ഷേപമുണ്ട്. അതേ തുടർന്ന് അവിടെയുള്ള പ്രവർത്തകർ പ്രതിഷേധത്തിലാണ്, റോഡ് വെട്ടാനാണ് എന്നാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന് മേൽ പാർട്ടിക്ക് നിയന്ത്രണമില്ലാതായി. പോലീസിൻ്റെ മേലെ നല്ല നിയന്ത്രണമുണ്ട്. പക്ഷെ ചില പോലീസുകാർ ചിലപ്പോൾ ഒറ്റപ്പെട്ട തരത്തിൽ തെറ്റായി പ്രവർത്തിക്കും. അവരുടെ മേലെ നടപടി സ്വീകരിക്കും. അത് സാധാരണ നമ്മുടെ നാട്ടിലുള്ളൊരു നാട്ടുനടപ്പാണ്. പോലീസുകാർ ജനങ്ങൾക്ക് സഹായം നൽകാനാണ്, തെറ്റായ രൂപത്തിൽ പെരുമാറാനല്ല. തെറ്റായ രൂപത്തിൽ പെരുമാറുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ പോലീസ് നയത്തിൽ ഇല്ലാത്തതാണ്. ഇതുവരെ ആ നിലയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. പ്രതിപക്ഷത്തുള്ള ഏതാനും പേരെ കേസിൽ കുരുക്കാൻ സർക്കാരിന് അജണ്ടയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. ഉദാഹരണമായി പറഞ്ഞത് ഇടതുമുന്നണി കൺവീനർ 1 ഡസനോളം പേർക്കെതിരെ കേസ് വരുമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അല്ല, ഈ തെറ്റായ രൂപത്തിൽ ധനസമ്പാദനത്തിന് അധികാര ദുർവിനിയോഗം നടത്തിയാൽ സ്വാഭാവികമായിട്ടും നിയമ നടപടികളെ നേരിടേണ്ടി വരും. ആ നിലയിൽ തങ്ങൾക്ക് സംഭവിച്ച തെറ്റുകളെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറയുന്നത്.
നടപടിയെടുത്തു എന്നുള്ളത് നിയമത്തിൻ്റെ നേർവഴിയിലൂടെ എടുത്ത തീരുമാനമാണ്. അതൊക്കെ നമ്മളെ മുന്നിൽ തെളിവുകളായിട്ട് കിടക്കല്ലേ. നൂറുകണക്കിന് കോടി രൂപയാണ് ഒരു ലീഗ് MLA അടിച്ചു മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തന്നെ വിശ്വാസപൂർവം ഏൽപ്പിച്ചതാണ്. മതസ്ഥാപനങ്ങൾ, പള്ളികൾ, മുസ്ലിം മോസ്ക്, അവരുടെ പണം, ഇതൊക്കെയല്ലേ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ്റെ താമസ സ്ഥലം പാണക്കാടാണ്, സംസ്ഥാന അധ്യക്ഷൻ്റെ. പാണക്കാട്ടല്ലേ മധ്യസ്ഥം. കുഞ്ഞാലിക്കുട്ടി തന്നെയല്ലേ ആ മധ്യസ്ഥ തീരുമാനങ്ങൾ പത്രസമ്മേളനം വഴി ജനങ്ങളെ അറിയിച്ചത്. ഇതൊക്കെ നമ്മൾ കണ്ടില്ല. അതിൻ്റെ തുടർച്ചയിൽ അന്വേഷണമൊക്കെ നടന്നു, കാര്യങ്ങൾ തെളിഞ്ഞു. അപ്പൊ പിന്നെ നാട്ടുകാരുടെ പണം അടിച്ചു മാറ്റിയാൽ കേസെടുക്കും. കൂടുതൽ പേർക്കെതിരെ കേസ് വരുമെന്ന ഒരു ഭീഷണി ഉണ്ടെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെയുണ്ട്. ഈ കേരളത്തിൽ ഒരാൾക്ക് നേരെയും തെറ്റു ചെയ്തില്ലെങ്കിൽ കേസുണ്ടാവില്ല. പാലാരിവട്ടം പാലം, അതിൻ്റെ തകർച്ച നമ്മളെ കണ്ണിൻ്റെ മുന്നിൽ കാണില്ലേ? വിശദമായ അന്വേഷണമല്ലേ? എല്ലാ കാര്യത്തിലും വിശദമായ അന്വേഷണം നടത്തി വ്യക്തമായ തെളിവുകൾ മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക. അത് നിയമത്തിൻ്റെ നിയമവാഴ്ചയാണ്. സംസ്ഥാനത്ത് നിയമവാഴ്ച ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതാണ്. അതിൻ്റെ അപ്പുറത്ത് രാഷ്ട്രീയമായ വിരോധം കൊണ്ട് ഇത്തരം പ്രവർത്തനം ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. പക്ഷേ തെറ്റായ വഴിക്ക് സഞ്ചരിച്ചവർ സ്വാഭാവികമായിട്ടും നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നടപടികൾക്ക് വിധേയരാവേണ്ടി വരും. അത് വരുമ്പോൾ അതാരെങ്കിലും പറഞ്ഞിട്ടാണെന്നും പറയേണ്ട ഒരു കാര്യമില്ല. പോരെ.